രാജ്യത്തിന്റെ ഔദ്യോഗിക എയർലൈൻസ് കമ്പനിക്ക് പിന്നാലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനവും പാകിസ്ഥാൻ വിൽക്കാനൊരുങ്ങുന്നു. സൈനിക നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷൻ എന്ന കമ്പനിയുടെ ഓഹരിയാണ് UAEക്ക് വിൽക്കാൻ ചർച്ച നടക്കുന്നത്. രാജ്യത്തെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണിത്. UAEയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുകയാണെന്നും വൈകാതെ ധാരണയിലെത്തുമെന്നും ഇഷാഖ് ദാർ പറഞ്ഞു. $100 കോടി ഓഹരിയാണ് UAEക്ക് വിൽക്കുക. ഇതോടെ സർക്കാരിനുള്ള ബാധ്യതകൾ തീരുമെന്നാണ് പ്രതീക്ഷ. മാർച്ച് 31 മുമ്പ് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കാനാണ് പാക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. $9,180 കോടി വിദേശ കടം. മൊത്തം പൊതുകടം $28,680 കോടി. IMF സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ലാഭകരമല്ലാത്ത കമ്പനികൾ വിറ്റഴിക്കണമെന്നാണ് നിബന്ധന. ഇതുപ്രകാരമാണ് പണം കണ്ടെത്താൻ വേണ്ടി ഭേദപ്പെട്ട കമ്പനികൾ വിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫൗജി ഫൗണ്ടേഷന്റെ ഓഹരികൾ വിൽക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. അടുത്തിടെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഏകദേശം 13,500 കോടി രൂപയ്ക്ക് ആരിഫ് ഹബീബ് ഗ്രൂപ്പിനെ വിറ്റിരുന്നു. എയർലൈൻസിന്റെ 75% ഓഹരികളാണ് ലേലത്തിൽ വച്ചത്. ആരിഫ് ഹബീബ് ഗ്രൂപ്പ് 90 ദിവസത്തിനുള്ളിൽ വിമാന കമ്പനിയുടെ ശേഷിക്കുന്ന 25% ഓഹരികൾ വാങ്ങണം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 8,000 കോടി രൂപ പുതിയ നിക്ഷേപം നടത്താനും കമ്പനി ബാധ്യസ്ഥരാണ്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിലെ 10,000-കണക്കിന് പ്രൊഫഷണലിസ്റ്റുകൾ കൂട്ടപ്പാലായനം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ ആൻഡ് ഓവർസീസ് എംപ്ലോയ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിൽ നിന്ന് 5,000 ഡോക്ടർമാരും 11,000 എഞ്ചിനീയർമാരും 13,000 അക്കൗണ്ടന്റ്മാരുമാണ് പലായനം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയുമാണ് കുടിയേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പാക് കരസേനാ മേധാവി അസീം മുനീർ ഈ സാഹചര്യത്തെ ബ്രെയിൻ ഗെയിൻ എന്നാണ് വിളിച്ചത്. പ്രഗത്ഭരായ വ്യക്തികളെ രാജ്യത്തിന് നഷ്ടപ്പെടുന്ന ഇത്രയും ആശങ്കപ്പെടേണ്ട സാഹചര്യത്തെ നിസാരവൽക്കരിച്ചതിൽ അസീം മുനീറിനെതിരെ വലിയ വിമർശനമാണ് പാകിസ്ഥാനിൽ ഉയർന്നത്. പാകിസ്ഥാൻ എമിഗ്രേഷൻ ആൻഡ് ഓവർസീസ് എംപ്ലോയ്മെന്റ് ബ്യൂറോ അടുത്തിടെ പുറത്തിറക്കിയ ഡേറ്റ പ്രകാരം 2024 7,27,381 പാകിസ്ഥാനികൾ വിദേശ ജോലിക്കായി രജിസ്റ്റർ ചെയ്തു. ഈ വർഷം നവംബർ വരെ 6,87,246 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ വേതനം തേടുന്ന തൊഴിലാളികളിലോ വിദേശത്തേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരിലോ മാത്രമായി പലായനം പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആശങ്കാജനകമായ വസ്തുത. കൂട്ടപ്പാലായനം കാര്യമായി ബാധിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ആരോഗ്യ മേഖലയാണ്. ഇത് $1.62 ബില്യൺ നഷ്ടം പാകിസ്ഥാന് ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വൈറ്റ് കോളർ പ്രൊഫഷണലുകളുടെ പെട്ടെന്നുള്ള പാലായനം ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനേറ്റ വൻ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ പാക് സർക്കാർ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ലാഹോറിലെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാർ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇന്ത്യ നശിപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ കൃത്യമായ ആക്രമണങ്ങളിൽ ഭയന്ന പാകിസ്ഥാൻ ഇപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വേഗത്തിൽ വിന്യസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും റാവൽകോട്ട്, കോട്ട്ലി, ഭിംബർ സെക്ടറുകൾക്ക് എതിർവശത്ത് പാകിസ്ഥാൻ പുതിയ ആളില്ലാത്ത വ്യോമ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ട് പറയുന്നു. കൂടാതെ LOCയിൽ പാകിസ്ഥാൻ 30-ലധികം പ്രത്യേക ഡ്രോൺ വിരുദ്ധ യൂണിറ്റുകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 12ാമത് ഇൻഫൻട്രി ഡിവിഷനും കോട്ട്ലി, ഭിംബർ, അച്ചുതണ്ടിലെ ബ്രിഗേഡുകളെ നിയന്ത്രിക്കുന്ന 23ാമത് ഇൻഫൻട്രി ഡിവിഷന് കീഴിലാണ് ഈ വിന്യാസം നടത്തുന്നതെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ നീക്കം അവരുടെ ഉത്കണ്ഠയും അസ്വസ്ഥതയും പ്രതിഫലിപ്പിക്കുന്നതായും വളരെയധികം ഭയം അവർ പ്രകടിപ്പിക്കുന്നതായും സ്രോതസ്സുകൾ പറയുന്നു. നിയന്ത്രണ രേഖയുടെ വിവിധ ഭാഗങ്ങളായി പാകിസ്ഥാൻ 30-ലധികം ഡ്രോൺ വിരുദ്ധ യൂണിറ്റുകളെ വിന്യസിച്ചിട്ടുമുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ സോഫ്റ്റ് കിൽ, ഹാർഡ് കിൽ കഴിവുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു. ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ നിരവധി തരം ആയുധങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാന റഡാർ നശിപ്പിച്ചതിനു ശേഷം ഇന്ത്യൻ ഡ്രോണുകളുടെ മാരകശേഷി അവർ നന്നായി തിരിച്ചറിഞ്ഞതിനാലാണ് ഈ നീക്കമെന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.